ഇത് നമ്മുടെ സിക്ലിഡ് ബേബീസാണ്. നമ്മൾക്ക് അവർക്ക് വിശന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഫീഡ് കൊണ്ട് വരികയോ നമ്മളതിൻ്റെ അടുത്തേക്ക് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഓടി വരും നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ നമുക്കറിയാൻ പറ്റും അവർക്ക് വിശപ്പുണ്ടോ ഇല്ലയോ, അവർക്ക് ഫീഡ് വേണോ എന്നുള്ളത്. അവർ നമ്മളെ ശരിക്കും നമ്മളവരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫിഷിന് എപ്പോഴാണ് ഫീഡ് വേണ്ടത്. നമ്മുടെ ഗപ്പീസിൻ്റെ പോലെ ഒന്നുമല്ല. ഗപ്പീസ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിശപ്പാണ്, നമ്മളതിൻ്റെ അടുത്ത് കൂടെ പോയാൽ മതി, എല്ലാ ഗപ്പീസും ഓടി വരും. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ ബാക്കിയുള്ള സമയത്തൊക്കെ റിലാക്സ് ചെയ്ത് അതിലൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ഫീഡ് വേണ്ട സമയത്ത് അവർ നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പിന്നാലെ അവർ ഓടി വരും. അപ്പോൾ നമുക്കറിയാം നമുക്ക് അതിന് എപ്പോഴാണ് ഫീഡ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഒരു വളരെ രസമാണ് ഈ ഫിഷിനെ കീപ്പ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഇവർ ബൾക്കായിട്ട് കിടക്കുന്നതാണ്. ഇവർ വലുതായി കഴിഞ്ഞാൽ അഡൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിൽ അങ്ങനെ ഇവരെ എല്ലാവരെയും കൂടി കൊണ്ടു നടക്കാൻ പറ്റില്ല. കാരണം അവർ കുറച്ച് ടെറിട്ടോറിയൽ ഫിഷാണ്, അവർ അഗ്രസീവ് ആവും. അപ്പോൾ അത് കാരണം നമുക്ക് അതിനകത്ത് മെയിൽ ഫീമെയിൽ വെച്ച് ഓരോ പെയർ തിരിച്ചൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഇതിനകത്ത് 3 ടൈപ്പ് കളറുകൾ അതിനകത്ത് കിടപ്പുണ്ട്. ഇവരെല്ലാവരും ബേബീസ് ആയ കാരണം ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ അവർക്ക് കുറേ ഹൈഡിങ് പ്ലേസും കേവും എല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർ വളരെ ഹെൽത്തി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ടാങ്കിൽ വളരുന്നത്. കുറച്ചെണ്ണം നമുക്ക് ചത്തുപോയി. പക്ഷേ നമ്മളതിൽ നിന്ന് ഇവയ്ക്ക് വേണ്ട കെയർ എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ നല്ല ഹെൽത്തി ആയി. നമ്മുടെ ചാനലിൽ ഇതുപോലെ പല വീഡിയോസും നമുക്ക് ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഉണ്ട്. നിങ്ങൾ കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. താങ്ക് യു.